ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ കുറച്ച് നാളായിട്ടില്ല, കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുവരുന്ന ഒരു കാര്യമാണ് ഈ സ്വന്തം അമ്മമാർ തന്നെ കുട്ടികളെ കൊല്ലുന്നതായിട്ടുള്ള ഒരു ന്യൂസ്. ഇപ്പോൾ പുതിയതായിട്ട് തിരുവനന്തപുരത്ത് ഒരു അമ്മ ഒന്നര വയസ്സ് പോലും തികയാത്ത കുഞ്ഞിനെ കഴുത്ത് നെരിച്ച് കൊന്നു എന്നൊരു ന്യൂസ് കണ്ടു. അത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. കാരണം ഒരു കുഞ്ഞിന് വേണ്ടി ഒരുപാട് വ്രതമെടുത്ത് കഷ്ടപ്പെട്ട് നേർച്ചയും വഴിപാടും എത്ര കഠിനമായ വ്രതമാണെങ്കിലും എടുത്ത് നോമ്പ് നോറ്റ് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. വർഷങ്ങളോളം കാത്തിരിക്കുന്നവര്. അവർക്കൊന്നും ഒരു കുഞ്ഞിനെ കൊടുക്കാത്ത ദൈവം നിങ്ങളുടെ കൈകളിലേക്ക് ആ കുഞ്ഞിനെ തന്നു കഴിയുമ്പോൾ ആ കുഞ്ഞ് ഏറ്റവും സുരക്ഷിതമായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് സ്വന്തം അമ്മ. ആ അമ്മയുടെ കൈ കൊണ്ട് തന്നെ മരണപ്പെടുക എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടമാണ്. ഏറ്റവും നമ്മൾക്ക് സുരക്ഷിതമാണെന്ന് ഉറപ്പും എന്ത് അവസ്ഥ വന്നാലും ഒരിക്കലും ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും സംരക്ഷണം നൽകുന്ന ഒരിടം എന്ന് പറയുന്നത് അമ്മന്റെ കൂടെ ഇരിക്കുമ്പോൾ മാത്രമാണെന്നാണ് ഇത്രയും നാളെ വരെയും വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുവരുന്ന ഒരു സംഭവമാണിത്. ഈ കുട്ടികളെ കൊല്ലുന്നത് ഒരു ദയയും ഇല്ലാതെ കുട്ടികളെ തോട്ടിലെറിഞ്ഞ് കൊല്ലുക, കടലിലെറിഞ്ഞ് കൊല്ലുക. എങ്ങനെയാണ് 10 മാസം കഷ്ടപ്പെട്ട് ചുമന്ന് ഓരോരോ മൂവ്മെന്റും മനസ്സിലാക്കി അറിഞ്ഞ ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുക? ഇപ്പൊ അതിന് എല്ലാവരും പറയുന്നത് ഡിപ്രഷനാണ്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പറഞ്ഞ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് ആണെന്ന് പറയുന്നു. പണ്ടത്തെ അമ്മമാര് എൻ്റെ വീട്ടിനടുത്ത് തന്നെ ഉണ്ട് 6ഉം 7ഉം മക്കളെ പ്രസവിച്ചിട്ട് ആ അമ്മമാര് തന്നെ എല്ലാ കുട്ടികളും, അതും ഓരോ വയസ്സ് വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കുട്ടികളെ മുഴുവനുമായി അമ്മയായിരിക്കും നോക്കിണ്ടാവുക. മുത്തശ്ശിമാരോടൊക്കെ നമ്മൾ നേരത്തെ വർത്താനം പറയുമ്പോൾ അവരെ പറയും, എനിക്ക് 12 മക്കളെ ഞാൻ പ്രസവിച്ചിട്ട് 9, 10 കുട്ടികളൊക്കെയാണ് ജീവനോടെ ഉണ്ടായിരുന്നത്. ബാക്കി 2 കുട്ടികൾ പ്രസവത്തിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ 10 കുട്ടികളെ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് വളർത്തിയിട്ടുണ്ട്. ഒരാളെ പോലും നോക്കാനില്ലാതെ, അതും ഓരോ വയസ്സ് വ്യത്യാസത്തിലാണ് കുട്ടികൾ ഉണ്ടാവുക. ഒന്ന് പ്രസവിച്ച് കഴിഞ്ഞ് ഒരു വർഷം തികയുമ്പോഴേക്കും ചിലപ്പോൾ അടുത്തത് പ്രഗ്നന്റ് ആകാറുണ്ടെന്ന് പറയും. അപ്പോഴൊന്നും വരാത്ത ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ മാത്രം ഇത്രയധികം. ഇപ്പോൾ കുറേ പേര് വരും, പണ്ടും ഉണ്ടായിരുന്നു അങ്ങനെയെന്നൊക്കെ പറയും. പക്ഷെ നമ്മളൊന്നും കേട്ടിട്ടേയില്ല. ഇതുപോലെ ആ അമ്മമാർ പറഞ്ഞിട്ടില്ല ഇങ്ങനെ കുട്ടികളെ കൊന്ന കഥയോ അങ്ങനെയൊന്നും. എൻ്റെ അറിവിൽ എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് എനിക്ക് അറിവേ ഇല്ല. ഇല്ലായ്മയിലും അവര് ഉള്ള ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ ഇന്നത്തെ അത്രയും വിദ്യാഭ്യാസം ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ആ അമ്മമാർക്ക് സ്വന്തം കുഞ്ഞാണ് കൂടെ ഉള്ളത്, ആ കുഞ്ഞിനെ നമ്മൾ സംരക്ഷിക്കണം. ചിലപ്പോൾ ഇതുപോലുള്ള സാഹചര്യമൊക്കെ അവർക്ക് വന്നിട്ടുണ്ടാവും. പക്ഷെ ഇത് നമ്മളുടെ കുഞ്ഞാണ്, നമ്മൾ തന്നെ സംരക്ഷിക്കണം എന്നൊരു ചിന്ത അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു നിമിഷം നമുക്ക് തിരിച്ചറിവ് തന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യം വന്നിട്ട് പോലും ഒരു കുട്ടികളെ പോലും ഈ ഒരു അവസ്ഥയിൽ അവർക്ക് കൊല്ലാനുള്ള ഒരു മനസ്സ് അവർക്ക് തോന്നാതിരുന്നത്. പക്ഷെ ഇന്ന് ഏറ്റവും മിനിമം +2 വരെ പഠിച്ച കുട്ടികളാണ്. അതില് ഏറ്റവും സൗകര്യങ്ങൾ കൂടുതലാണ്. പണ്ടൊക്കെ അമ്മമാര് വീട്ടിൽ തന്നെയാണ് അധികവും പ്രസവിക്കുന്നത്. ഇന്ന് വന്നിട്ട് വീട്ടിൽ പ്രസവിക്കുക എന്നുള്ള ഒരു സംഭവമേ ഇല്ല. അധികവും ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് പ്രസവിക്കുന്നത്. പിന്നെ ഈ ഡിപ്രഷനും എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തന്നെ അറിയുന്ന കുറേ കാര്യങ്ങളാണ്. അധികം പേർക്കും അറിയുന്നുമുണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇനിയെങ്കിലും ചിന്തിക്കണം. കാരണം ഈ ചെറിയ കുട്ടികളുള്ള അമ്മമാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് മുൻകൂട്ടി അറിഞ്ഞാൽ മറ്റു കുടുംബത്തിലുള്ള ബാക്കിയുള്ള ആളുകളാണ് അവരെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഈ കുട്ടിയുടെ കാര്യത്തിൽ തന്നെ ഭർത്താവ് പറയുന്നുണ്ട് ഇതിനു മുമ്പ് മാനസിക പ്രശ്നം ആ ഭാര്യയ്ക്ക് ഉണ്ടായിട്ടുണ്ട് പ്രസവത്തിന് ശേഷം. അപ്പൊ എന്തുകൊണ്ടാണ് ആ കുട്ടീനെ തനിച്ചാക്കിയിട്ട് ആ ഒരു സാഹചര്യം വരുന്നത്? എല്ലാ സമയവും കൂടെ ഒരാളുണ്ടാകാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു അസുഖം ഉള്ള സമയത്ത് ഒന്നില്ലേ കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണമായിരുന്നു. ഭാര്യയും കുട്ടിയും കൂടെ ഒരുമിച്ചുള്ള സാഹചര്യം, ഒറ്റയ്ക്കുള്ള സാഹചര്യം ഒഴിവാക്കണമായിരുന്നു. കാരണം എപ്പോഴാണ് ഇങ്ങനെ ഒരു മാനസിക പ്രശ്നമുള്ളവർക്ക് ഇങ്ങനെ ഒരു ചിന്ത വരിക എന്ന് അറിയില്ല. പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മൾ ചെയ്തു പോയതായിരിക്കും. ഇതിനെക്കുറിച്ച് കുറേ പേരോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? കാരണം കുറേ അധികം ഈ കേസുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ പ്രസവിച്ചവരോടെല്ലാം കുറച്ച് പേരോടൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രസവിച്ചവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവുമോ എന്ന്. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ചില സമയത്ത് ചില ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ കാരണം അങ്ങനെ ഉണ്ടാവാറുണ്ട്. അത് ഒരു
100% ആളുകൾക്കും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് തരണം ചെയ്ത് പോകുന്നത് ഒന്ന് അവരുടെ കൂടെയുള്ള ഫാമിലി, അതായത് ഒന്നില്ലെങ്കിൽ ആ കുട്ടിനെ എടുത്ത് മാറ്റി എടുക്കാനും കുറച്ച് ആളുകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ആ കുട്ടിനെ പരമാവധി അതായത് പ്രസവിച്ച ആ പെൺകുട്ടിനെ ഉറങ്ങാൻ മാക്സിമം സമ്മതിക്കുക. പിന്നെ മെയിൻ ഒരു പ്രശ്നം പറയുന്നത് ഉറക്കമില്ലായ്മ തന്നെയാണ്. ഈ നമ്മളുടെ നാട്ടിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രസവിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഉത്തരവാദിത്തം മുഴുവനും ഒരമ്മയ്ക്കുള്ളതാണ്. ഇപ്പോൾ കുറേ അധികം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പം എൻ്റെ ചേച്ചി ആയിക്കോട്ടെ പ്രസവിച്ച് കുറേ പേര് ഞാൻ കണ്ടിട്ട് ഉള്ള അറിവിൽ വെച്ച് പറയാണ്, കുട്ടിയുടെ ഉത്തരവാദിത്തം മുഴുവനും പ്രസവിച്ച അമ്മയ്ക്ക് മാത്രമുള്ളതാണ്. അച്ഛൻ എന്ന് പറയുന്നത് എല്ലാ സമ്പാദിച്ചു കൊടുക്കും, കുട്ടിക്കുള്ള എല്ലാ ചിലവും നോക്കും, എല്ലാ കാര്യങ്ങളും നോക്കുമെങ്കിലും ബാക്കി കാര്യങ്ങൾ എല്ലാം നോക്കേണ്ടത് അമ്മയുടെ ഉത്തരവാദിത്തമാണ്. അതായത് കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ രാത്രി എണീറ്റ് ഇപ്പോൾ പാല് കൊടുക്കാനൊക്കെ ആണെങ്കിലും ആ കുട്ടി എപ്പോൾ കരഞ്ഞാലും അമ്മ ആയിരിക്കണം എടുത്ത് കുട്ടിനെ, എന്നിട്ട് ഇപ്പോൾ അച്ഛനുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ കുട്ടി കരയണോ എന്ന് മാത്രം വിളിച്ച് പറയും. ഇപ്പോൾ അവർ പോയി കുട്ടീനെ എടുത്തു പാല് കൊടുക്കുന്നു. ആ കുട്ടി എപ്പോഴൊക്കെ കരയണോ അപ്പോഴൊക്കെയും ആ അമ്മ ഉണർന്ന് ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് അധികവും. ഈ ഉറക്കമില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. ഒരു പക്ഷേ പാല് കൊടുക്കുന്നത് അമ്മ തന്നെ കൊടുക്കണം. പക്ഷേ അതിനെ മാക്സിമം കുറച്ച് സമയമൊക്കെ അവർക്ക് നന്നായിട്ട് ഉറങ്ങാനായിട്ട് സമയം കൊടുത്തിട്ട് അങ്ങനെ കരയുന്ന സമയത്ത് മറ്റുള്ളവർ എടുത്തിട്ട് ഇന്ന പോലെ ആ കരച്ചിൽ എന്താ പറയുക പാല് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ മാറ്റി അവർ കുറേ സമയം ഉറങ്ങാനായിട്ട് വീണ്ടും അങ്ങനെ സമയം ഒരു എന്താ പറയുക ബാലൻസ് ചെയ്തിട്ട് ഉറങ്ങാനായിട്ട് കുറച്ച് സമയം ഇവർക്ക് കൊടുക്കുകയായിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിനിടയിൽ അന്വേഷിച്ചതിൽ അങ്ങനെയാണ് തോന്നുന്നത്. ഈ ഒരു സംഭവം ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് നമ്മൾ കേട്ട് വരുന്നതിൽ എത്ര പേരാണ് ഇങ്ങനെ കുട്ടികളെ കൊല്ലുന്നത്. കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്ന ഓരോ ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റലുകളിലും പോയി നോക്കണം. എത്ര തിരക്കാണെന്നറിയോ. അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഒരുപാട് പേര് കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആറ്റുനോറ്റി എന്നിട്ടൊരു കുട്ടി ആയി കഴിയുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ആകുമ്പോൾ നമ്മൾക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് തോന്നുന്നത്. കുട്ടിയുടെ അറിവിൽ അമ്മയാണ് ഏറ്റവും വലിയ സംരക്ഷണം തരുന്ന ഒരാൾ. അപ്പം അമ്മ വിളിച്ചതെന്ന് വെച്ചാൽ ആ കുട്ടി കൂടെ പോകും. അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് അവിടെ പോയ ശേഷം എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടിക്കറിയില്ല, ആ കുട്ടി വെള്ളത്തിൽ ഇപ്പോൾ എടുത്തെറിയണു. ആ കുട്ടി വെള്ളത്തിൽ മുങ്ങി താഴുമ്പോൾ പോലും ആ കുട്ടി പ്രതീക്ഷിക്കുന്നത് എൻ്റെ അമ്മയുടെ കൈ വന്ന് എന്നെ താങ്ങി എടുത്ത് പോകുമെന്നായിരിക്കും. ഇപ്പോൾ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കുട്ടിയാണ്. ശ്വാസം മുട്ടുന്ന സമയത്ത് എത്ര പിടഞ്ഞിട്ടുണ്ടാവും. ആ നൊന്ത് പ്രസവിച്ച അമ്മ തന്നെയാണ് അത് ചെയ്യുന്നത്. ഒരു പക്ഷെ ആ സമയത്ത് ഒരു മെൻ്റൽ പ്രഷർ കൊണ്ട് ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജിൽ ആ അമ്മ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇത് കഴിഞ്ഞിട്ടായ അമ്മ ഉറപ്പായും ഇതിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് എങ്ങനെയെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ ഉറപ്പായും ആ അമ്മ ആത്മഹത്യ ചെയ്യും. 100% ഉറപ്പാണ് ആത്മഹത്യ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു കുട്ടിയും കൂടി, ഒരു മൂത്ത കുട്ടിയും കൂടി ഉള്ള അവസ്ഥയ്ക്ക് ആ അമ്മ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ചെറിയ പ്രായത്തിൽ തന്നെ ആ കുട്ടിക്ക് അമ്മയില്ലാതായി. അതേപോലെ കഴിഞ്ഞ വർഷമാണോ എന്ന് എനിക്കറിയില്ല, ഇതുപോലെ തന്നെ ഒരു കുട്ടിനെ കൊന്ന ഒരമ്മ ഒരു കോടീശ്വരൻ പരിപാടിക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഈ കുറേ ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു, അമ്മ കുട്ടിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എൻ്റെ ജയിലിലൊക്കെ ആയി പിന്നെ അതിനെക്കുറിച്ച് അറിഞ്ഞൊരു കാര്യം, ഈ രാത്രിയും പകലും എല്ലാ സമയവും ആ അമ്മ മാത്രമാണ് ആ കുട്ടിനെ നോക്കിക്കൊണ്ടിരുന്നത്. ആ പെൺകുട്ടിക്ക് വന്നിട്ട് അമ്മയില്ല, അപ്പോൾ അച്ഛനാണുള്ളത്. പിന്നെ ഭർത്താവിൻ്റെ വീട്ടിലാണ്, ഭർത്താവും അങ്ങനെ വലിയവർ കെയർ ചെയ്യുമോ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ ഈ കുട്ടിനെ പ്രസവിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ ഉത്തരവാദിത്തം മാത്രമാണ് ആ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ ആ അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ഫുൾ ടൈം ഈ കുട്ടീനെ മാത്രം നോക്കിയിരിക്കുകയാണ്. രാത്രിയില്ല പകലില്ല, ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും മാറിയെടുക്കാൻ ആളില്ല കുട്ടീനെ. അങ്ങനെ ഫുൾ ടൈം പകലും രാത്രി ഒന്നും ഉറക്കില്ലാതെ കുറേ ദിവസങ്ങളായി. അങ്ങനെ ഒരു 3-4 മാസം ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ ഏതോ ഒരു നിമിഷത്തിൽ ചെയ്തു പോയ ഒരു കാര്യമാണ്. തലയാണ കൊണ്ടാണ് തോന്നുന്നു ആ കുട്ടീനെ കൊന്നു എന്നാണ് പറഞ്ഞത്. ഇതേ ഡിപ്രഷൻ തന്നെയായിരുന്നു അവർക്ക്. അങ്ങനെ ആ കുട്ടീനെ കൊന്നു കഴിഞ്ഞിട്ട് അവർക്ക് പിന്നീടാണ് മനസ്സിലായത്, ആ കുട്ടീനെ കാണുമ്പോൾ ഒക്കെ ദേഷ്യമായിരുന്നു അത്ര. കാരണം ഇതൊന്ന് അവർക്ക് അതിന് കൊല്ലാൻ തോന്നി, അവരത് കൊന്നു. അത് കഴിഞ്ഞ ശേഷം ഈ ഡിപ്രഷനൊക്കെ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ സമയത്തായി അമ്മ അനുഭവിച്ചത് അവർ ആ കോടീശ്വരൻ പരിപാടിയിൽ പറയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ആളുകളുടെ കുറ്റപ്പെടുത്തലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സഹിച്ച് ലാസ്റ്റ് എന്താ പറയാ, അതിന് രക്ഷപ്പെട്ട് വരാൻ കുറേ കാലങ്ങളെടുത്തു. അതിനുശേഷം ഭർത്താവ് ഉപേക്ഷിച്ച് പോയി ഡിവോഴ്സായി. ഇതെല്ലാം കഴിഞ്ഞ് വേറൊരു കല്യാണം കഴിച്ചു. 1 മാസമോ 2 മാസമോ കഴിയുമ്പോഴേക്കും ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തെന്ന് ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അവർക്ക് ഇനിയൊരു എന്താ പറയുക ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവർക്ക് ജീവിതത്തിൽ എപ്പോഴും ആ കുട്ടിനെ കൊന്നതിൻ്റെ ആ ഒരു പശ്ചാത്താപം തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും ഇവർക്ക് ഈ ഒരു അവസാനം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം, ഇല്ലെങ്കിൽ അവർക്ക് ഭ്രാന്തായിട്ട് പോകണം.
സ്വയബോധം ഇല്ലാതെ ഓർമ്മ നശിച്ച അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. കാരണം ഉറപ്പായും 100% പറയണ ഒരിക്കലും ഒരമ്മ മനസ്സറിഞ്ഞ് ഇങ്ങനെ ഒരു ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഡിപ്രഷൻ സ്റ്റേജ് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? അങ്ങനെ ഒരു വരാതിരിക്കാൻ ഇപ്പൊ നടന്ന കേസിനകത്ത് വന്നിട്ട് ഇവർക്ക് മുൻകൂട്ടി അറിയുന്ന കാര്യമാണ് ഇങ്ങനെ ഒരു ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളത്. പിന്നെ അതിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, കുട്ടിക്ക് ഓട്ടിസം ആണ് എന്ന് അറിഞ്ഞത് കൊണ്ടാണ് അമ്മ കൊന്നതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം. എത്രയോ കുട്ടികൾക്ക് ഓട്ടിസം ബാധിച്ച കുട്ടികളെ നോക്കുന്ന ആ അമ്മമാര്, ചില കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ സഹതാപം തോന്നും. എങ്ങനെ ഈ അമ്മ അവരെ നോക്കണമെന്ന് തോന്നും. അങ്ങനെ എന്താ പറയുക, വായിലൂടെ ഫുൾ ടൈം ഇങ്ങനെ വെള്ളം കുലിച്ചിട്ട് ഒരു കുട്ടി ശരിക്കും നടക്കുക ഒന്നും ചെയ്ത ഫുൾ ടൈം ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്ന അമ്മമാര്, രാവും പകലും ഫുൾ അവരുടെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന അമ്മമാരുണ്ട്. ആ അമ്മമാരിനൊക്കെ ദൈവത്തിനെ പോലെ കാണണം. അപ്പോൾ കാരണം അവർക്കുണ്ടാവില്ല ഇതുപോലെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ. എന്തുകൊണ്ട് ഈ ചെറിയ കുട്ടിയാണ്, ഈ കുട്ടിക്കൊന്നും അങ്ങനെ കണ്ടിട്ട് എല്ലാവരും പറയും, ഡോക്ടർ അടക്കം പറയുന്നത് ഓട്ടിസം ബാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നതിൽ ഒരു തെളിവോ ഒന്നുമില്ല, ഒരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ല. നന്നായി തന്നെ ഇരിക്കുന്ന കുട്ടിയാണ്, കണ്ടാൽ തന്നെ നല്ല സന്തോഷം, നല്ലൊരു എല്ലാം കൊണ്ടും എന്താ പറയുക നന്നായിട്ട് ആരോഗ്യമുള്ളൊരു കുട്ടിയാണ്. ന്യൂസിനകത്ത് ഫോട്ടോ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് അറിയുന്നുണ്ട്. ജീവശവം പോലെ കിടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. കിടക്കയിൽ മൊത്തം കിടക്കുന്നത് അമ്മമാരെല്ലാം ചെയ്തു കൊടുത്തിട്ട് ബാത്റൂം പോണതാണെങ്കിലും ശരി, ഫുഡ് കഴിക്കുന്നതാണെങ്കിലും ശരി, കുളിപ്പിക്കുന്നതാണെങ്കിലും എത്രയോ പ്രായമായിട്ട് 10ഉം 20ഉം വയസ്സ് വരെ അങ്ങനെ കിടക്കിലേ കിടന്നിട്ട് ഈ അമ്മമാർ നോക്കുന്ന എത്രയോ പേരുണ്ട്. അവരെയൊക്കെ അപ്പോൾ എന്താ പറയേണ്ടത്? എന്താണെങ്കിലും ഈ ന്യൂസ് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു കുഞ്ഞിന് വേണ്ടി ഒരുപാട് വ്രതവും കഷ്ടപ്പാടും എല്ലാം സഹിച്ച് എല്ലാം കഷ്ടപ്പെട്ട് ഇങ്ങനെ കുട്ടിനെ കിട്ടണം പ്രാർത്ഥിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കിടയിൽ ഈ ന്യൂസ് കാണുന്ന സമയത്ത് ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ് വെച്ചാൽ മാക്സിമം അവരെ ചേർത്ത് പിടിച്ചിട്ട് ഡിപ്രഷൻ എല്ലാവർക്കും വരും. ഇപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞവർക്ക് മാത്രമല്ല, ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന എനിക്ക് പോലും ഡിപ്രഷൻ വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് ഡിപ്രഷൻ, ഈ കാലഘട്ടത്തിൽ ഡിപ്രഷൻ ഇല്ലാത്ത അധികം പേര് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകണു എന്ന് മുൻകൂട്ടി കാണുകയാണെങ്കിൽ അവരുടെ കൂടെയുള്ളവർ അധികം അവരോട് സംസാരിച്ചിട്ട് എന്താണ് അവരുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കുക. അധികവും ഒറ്റപ്പെടലാണ് മെയിനായിട്ട് ഈ ഡിപ്രഷന് കാരണം. ആരെയും ഒറ്റപ്പെടുത്താതെ അധികം എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ആദ്യം ചോദിച്ച് മനസ്സിലാക്കി നന്നായി സംസാരിക്കുക. പിന്നെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരാനായിട്ട് നോക്കുക. ഇനിയെങ്കിലും ഒരു ജീവൻ, ഇതുപോലെ ഒരു കുഞ്ഞു ജീവന് നമ്മൾക്ക് ആർക്കും നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരമ്മമാർക്കും ഇങ്ങനെ ഒരു ബുദ്ധി തോന്നാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.